കോതമംഗലം പോലെ ഒരു ടയർ 3 സിറ്റിയിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് 1 ഇയർ വാലിഡ് ആയിട്ടുള്ള എൻ്റെ കമ്പനിയുടെ CEO പൊസിഷൻ ഞാൻ മാനേജ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ബിസിനസ് ഫോറം മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഹോട്ടൽ വികേജ് ഇന്റർനാഷണൽ പെരുമ്പാവൂരിൽ വെച്ചാണ്. രാവിലെ തന്നെ ഒരു ചെറിയ സ്നാക്ക് ഒക്കെ എടുത്ത് നമ്മൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഇന്നത്തെ വീക്ക്ലി ബിസിനസ് റിവ്യൂ, റെഫറൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് പെരുമ്പാവൂരിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പ്രീമിയം കാർ സെല്ലറായ ഒരു സുഹൃത്ത്. പുള്ളിക്കാരൻ്റെ ബിസിനസ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കേട്ട് സംസാരിച്ച് നമ്മുടെ വണ്ടി എടുത്ത് നമ്മൾ നേരെ ഓഫീസിലേക്ക് വിട്ടു. ഞാൻ അവിടെ ചെന്നപ്പോഴേക്കും ഓൾറെഡി ഓഫീസ് ഓപ്പൺ ആയിരുന്നു. 9:30 തുറക്കുന്ന ഓഫീസിൽ ഞാൻ എത്തിയത് 10:25. ഓഫീസിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ സ്മൈലിംഗ് ഫേസോടുകൂടി ആളുകൾ ഇന്ന് വർക്ക് ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു എല്ലാവരും ഗ്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് എൻ്റെ ടു ഡു ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോഴാണ് വെരി ബിസി ഡേ ആണ് ഇന്ന് മുന്നോട്ടുള്ളതെന്ന് മനസ്സിലാക്കി. ഡിസൈനേഴ്സിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആഷിഖിൻ്റെ കൂടെ ഒരു ചായ കുടിക്കാൻ പോയി. അങ്ങനെ ആഷിഖാടോടെയും കുറച്ച് കൊച്ചു വർത്താനം പറഞ്ഞ് വീണ്ടും ഓഫീസിൽ പോയി. എൻ്റെ വർക്ക് കുറേയൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് 12:30. ഇന്ന് നമുക്ക് പുറത്തൊരാളെ കാണാൻ പോകേണ്ട ആവശ്യകതയുണ്ട്. നമ്മൾ കൊണ്ടുവന്ന കാർ ഇവിടെ ഇട്ടിട്ട് ആഷിഖിൻ്റെ കൂടെ ലിഫ്റ്റ് എടുത്ത് ഞാൻ നേരെ കോതമംഗലത്തേക്ക് തിരിച്ചു. നമ്മുടെ ടെമ്പറേച്ചർ സെൻസറിന്റെ എൻക്വയറി ആയിട്ട് ഒരു ക്ലയന്റ് കോൾ ചെയ്ത് തന്നെ വിസിറ്റ് ചെയ്യാൻ പോകുന്ന പരിപാടിയാണ്. IoT പാർട്ട്നേഴ്സിന്റെ കൂടെ നമ്മൾ നേരെ കോലഞ്ചേരിക്ക് പോയി. അവിടെ എത്തിയപ്പോഴേക്ക് 2:42. സെക്യൂരിറ്റി ചെക്കപ്പും ബാക്കി പരിപാടീസും കഴിഞ്ഞ് ഗസ്റ്റ് ലോഞ്ചിൽ ഞങ്ങൾ ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും MD ഫ്രോസൺ ഫുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ആയതുകൊണ്ട് തന്നെ ഹൈ പ്രിക്കോഷൻസിലൂടെ കൂടിയാണ് ഇവർക്ക് നമുക്ക് സൈറ്റ് വിസിറ്റ് അലോ ചെയ്യാൻ പറ്റുള്ളൂ. 2 പേരെ മാത്രം അലോ ചെയ്ത് ഞാനും എൽദോയും അകത്തേക്ക് കയറി നമുക്ക് വേണ്ട ഡേറ്റാസ് ഫുള്ള് കളക്ട് ചെയ്ത് സൈറ്റ് വിസിറ്റ് നടത്തി പുറത്തേക്ക്. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് നമ്മൾ മൂവാറ്റുപുഴ എത്തിയപ്പോൾ നമ്മുടെ ഫ്രണ്ടും ക്ലൗഡ് ബഡ് ഇവന്റ്സിന്റെ ഫൗണ്ടറായ ബെഞ്ചമിന്റെ കൂടെ വീണ്ടും ഒരു ചായ കുടിക്കാൻ വേണ്ടി ഇവന്റ് മാനേജ്മെന്റ് ഫീൽഡിൽ എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നതെന്നുള്ളതൊക്കെ ചർച്ച ചെയ്ത് വീട്ടിലെത്തിയപ്പോഴേക്കും വൈകുന്നേരം 6:30. നമ്മുടെ വണ്ടി എടുത്ത് ഞാൻ നേരെ ജിമ്മിലേക്ക് വിട്ടു. എൻ്റെ എല്ലാ ബിസി ഡേയ്സും ഞാൻ എൻഡപ്പ് ചെയ്യുന്നത് ഈ ജിമ്മിലാണ്. നമ്മുടെ ക്ലയന്റിന്റെ ജിമ്മായ ഗെറ്റ് റെഡി ഫിറ്റ്നസ് സെന്ററിൽ.